വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ശരീരം ഏതൊരു തമ്പുരാന്റെ കയ്യിലാണ്, ആ തലകാല സങ്കല്പങ്ങൾക്ക് അതീതനായ അല്ലാഹുവാണ് സത്യം. മാസാലേക്കും അന്തുശ്രിക്കൂ, പാടുപെട്ടുകൊണ്ട് സ്വന്തം ശരീരത്തിന്റെ ഞരമ്പുകൾ പോലും അല്ലാഹ്ക്ക് വേണ്ടിയിട്ട് മുറിക്കപ്പെട്ട തരത്തിൽ കബന്ധം പോലും അന്തരീക്ഷത്തിലൂടെ കൽച്ചീലുകളെ പോലെ പറപ്പിച്ചുകൊണ്ട് അല്ലാഹ്ക്ക് വേണ്ടിയിട്ട് വീരമൃത്യു വരിച്ച സുഹദാക്കളെ, സ്വഹാബത്തെ, അല്ലാഹ്ക്ക് വേണ്ടി നിങ്ങൾ പാടുപെട്ടുവെങ്കിൽ, നിങ്ങൾ പാടുപെട്ടുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെ രക്തം ഒലിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നേടിയെടുത്ത ഈ ഇസ്ലാം ഉണ്ടല്ലോ, ഈ ഇസ്ലാം അവസാനം വരെ നിലനിൽക്കും. ഈ ഇസ്ലാം ഏതൊരു നാട്ടിലുണ്ടോ ആ നാട്ടുകാര് മുഴുവനും ഈ ദീനിനെ തള്ളിപ്പറയില്ല. ഈ ദീനിനെ ഒരു നാട്ടുകാരൊന്നാകെ വേണ്ടെന്ന് വെച്ചിട്ട് അവര് മുസ്ലിമായി മറ്റൊരു മതത്തിലേക്ക് കടന്നു പോകില്ല. അങ്ങനെ ഒരു കാലം ഖിയാമത്ത് നാൾ വരെ വരില്ല. അസ്സലാമു അലൈക്കും. ഈ സമൂഹം ഒന്നാകെ, ഈ നാട്ടുകാരൊന്നാകെ, ഒരു കുടുംബം, ഒരു നാട്ടുകാരൊന്നാകെ മുർത്തത്തായി പോകുക, കാഫിറായി പോകുക, മുശ്രിക്കായി പോകുക, അത് ഖിയാമത്ത് നാളോളം സംഭവിക്കുകയില്ല. ഒരു പക്ഷേ പെണ്ണിന്റെ ശരീരത്തിന്റെ മുമ്പിൽ ഫാദർ അലവിയെ പോലുള്ളവർക്ക് അല്ലാഹുവിന്റെ ദീൻ ഒരു പക്ഷേ ചെറുതായേക്കാം. സ്ഥാനമാനങ്ങൾക്ക് മുമ്പിൽ പാലക്കോടുകാരൻ ഹസൻ അല്ലാഹുവിന്റെ ദീൻ ഒരു പക്ഷേ ചെറുതായേക്കാം. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കോടിക്കണക്കിന് സ്വത്ത് കൈവെള്ളയിൽ വരുമ്പോ സുലൈമാനെ പോലുള്ളവർക്ക് അല്ലാഹുവിന്റെ ദീൻ ഒരു പക്ഷേ ചെറുതായേക്കാം. അതിനപ്പുറത്തേക്ക് അല്ലാഹുവിന്റെ ദീൻ ഒരാളുടെ മുമ്പിലും ചെറുതാകില്ല. ഒരു സമൂഹം ഒന്നാകെ, ഒരു കുടുംബം, ഒരു നാടൊന്നാകെ അല്ലാഹുവിന്റെ ദീനിൽ നിന്നിട്ട് വ്യതിചലിച്ചു പോകില്ല. പക്ഷേ വലകിന്നനീ അസ്സലാമു അലൈക്കും അബ്തുബസതലൈക്കും ദുനിയാ